ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ബീഫ് വരട്ടി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞങ്ങളിവിടെ അരക്കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കുനുകുനാന്ന് പറഞ്ഞ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, നല്ല മല്ലിപ്പൊടിയുടെ ഒരു കുത്ത് വരുന്നത് ഞങ്ങളിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ ആദ്യം 3 മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി നമ്മളെ കാശ്മീർ മുളക് പൊടിയാണ്, അത് 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പിൻ്റെ നല്ലൊരു സ്മെല്ലല്ലേ, അതുകൊണ്ട് വേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പിടാൻ നോക്കാം. പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഉലുവി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഓരോ സ്പൂൺ വെച്ച് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു ഫ്ലേവർ നല്ല ടേസ്റ്റി കരം ബീഫിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ വെച്ചാൽ പുറത്തൊക്കെ ഇല്ലാതിരിക്കാൻ നിൽക്കണം. ഒരു വെണ്ണെല്ലാം ഇങ്ങനെ ഒരു 5-6 വിസിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബീഫൊക്കെ ഒരു പകുതി വേവാണ് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഇത്രയും ആവശ്യങ്ങളാണ്: വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, ഉള്ളി. ഇതിനൊക്കെ എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ട് പാടണേ. നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് പാടണം. ഇത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ബീഫ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. പകുതി വേവുള്ള ബീഫാണ്. അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റണം. അതിൻ്റെ ഉമ്മാൻ്റെ പതിവാണ്. അതേപോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല,